ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ റിവിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അതുപോലെ സ്വന്തമായിട്ട് ഇതിന്റെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ മക്കൾ ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾ ഒരു എന്താണ് ഈ പറയുന്ന ചിത്രമൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഓർമ്മ വരണം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ചാന്ദ്രയാൻ പോലെ നിരവധി ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, ഒരുപാട് സ്പേസ് മിഷനെ പറ്റി, ഇന്ത്യയുടെ സ്പേസ് മിഷൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയറ്റ്ലി. തന്നിരിക്കുന്ന ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് രണ്ടാമത് എന്താണ്, സ്പേസ് സ്റ്റേഷൻസ് ആർ ലബോറട്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സ്പേസ്. ഓക്കെ, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദോസ് ഹു ഗോ ടു സ്പേസ് സ്റ്റേഷൻ. സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് ബഹിരാകാശ പരീക്ഷണശാലകളായിട്ടുള്ള നമ്മുടെ ബഹിരാകാശ നിലയങ്ങളുണ്ടല്ലോ, അവിടെ പോകുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടും എന്താണ്, അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ നമുക്കറിയാം, ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇവിടെ ഇതാ നോക്കിയ ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്, ചിത്രവും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതെന്താണ്, ചൊവ്വ പര്യവേഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൗത്യത്തിന്റെ പേര്, മിഷന്റെ പേരില്ല, മാസ് എക്സ്പെഡിഷൻ എന്നുള്ള ഒബ്ജക്റ്റീവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ബി ആണെങ്കിൽ ആദിത്യ L1 ചിത്രമൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം ആരാണെന്ന് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് കൊടുത്തിട്ടില്ല. ഗഗൻയാൻ സ്പേസ് എക്സ്പെഡിഷൻ അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലെ. ഗഗൻയാൻ എന്താണ്, ബഹിരാകാശ പര്യവേഷണമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ായിട്ടും നിങ്ങൾ ഓർത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ അല്ലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് മംഗൾയാനാണ്, അതാണ് നമ്മുടെ മാസ് എക്സ്പെഡിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൊവ്വ പര്യവേഷണം എന്ന് പറയുന്നത്. ആദിത്യ L1 എന്ന് കണ്ടാൽ, ആദിത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ, സൗര പര്യവേഷണമാണ്, സോളാർ എക്സ്പെഡിഷൻ ആണ്. ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണം, സ്പേസ് എക്സ്പെഡിഷൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ അതായിരിക്കാം ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു അല്ലെ, ബഹിരാകാശ നിലയങ്ങളിൽ പോകുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ, അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. വെയ്റ്റ്ലെസ്നെസ് അല്ലെ, ഭാരഹീനത ഫീൽ ചെയ്യുന്നത്. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. ബോൺസ് ആൻഡ് മസിൽസ് ബിക്കം വീക്ക് അല്ലെ, എല്ലുകളും മസിലുകളും ഒക്കെ ക്ഷീണിക്കുന്നു. ലിമിറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ അല്ലെ, ജലവും അതുപോലെ നമ്മുടെ ഫുഡ് ഐറ്റംസ് അല്ലെ, നമ്മുടെ ഭക്ഷണമൊക്കെ ലിമിറ്റഡ് ആണ്. അപ്പൊ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ലോൺലിനെസ്, ഒറ്റപ്പെട്ട അവസ്ഥയാണ്, നമ്മൾ കുടുംബത്തോടെ ഒന്നും അല്ല അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെ. ടെമ്പറേച്ചർ ചേഞ്ചസ്, താപനില വ്യത്യാസം. അപ്പൊ എന്താണോ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനത്തെ രീതിയിലാണോ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് പോയിന്റുകളാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ മക്കള് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം കാണിച്ചു തരാം. അടുത്ത ചോദ്യം എന്താ നോക്കിയാൽ, നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലെ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെയാണ്. അപ്പൊ വാട്ടർ ആൻഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓണം എക്സാമിനെ നമ്മൾ പഠിച്ചതാണ്, പക്ഷെ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ക്രിസ്മസ് എക്സാമിനും എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ചോദിക്കും അല്ലെ. അപ്പൊ നോക്കിയോ, ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്, ദ സൊല്യൂട്ട്, സൊല്യൂഷൻ, സോൾവെന്റ്. 3 ആൾക്കാരെ തന്നിട്ടുണ്ട് അല്ലെ, ലീനം, ലായനി, ലായകം. മിഡിലാണെങ്കിൽ എയും സിയും അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ബിയിൽ ഇതാ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത്, ബൈ ഡിസോൾവിംഗ് ദ സൊല്യൂട്ട് ഇൻ സോൾവെന്റ്. അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അവിടെ ഉള്ളത് എന്താണ്, ഡെഫിനിഷൻ ആണ് അല്ലെ. ഇനി അപ്പുറത്താണെങ്കിൽ എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു നമുക്ക്, കാരണം ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതും സൊല്യൂട്ടിന്റെ നേരെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും? നമുക്കറിയാം, ലീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലായകത്തിൽ ലയിക്കുന്നതാണ് അല്ലെ, ലായകത്തിൽ ലയിച്ച് ചേരുന്നതാണ്, ലായകത്തിൽ ലയിച്ച് ചേരുന്നത് അല്ലെങ്കിൽ ലായകത്തിൽ ലയിക്കുന്നത്, അതാണ് എന്ത്, നമ്മുടെ ലീനം എന്ന് പറയുന്നത്. അപ്പൊ സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ ദ സോൾവെന്റ് അല്ലെ. സബ്സ്റ്റൻസ്, മിസ് ഇവിടെ എഴുതാം, സബ്സ്റ്റൻസ് that dissolves in the, എവിടെയാണ്, സോൾവെന്റ് അല്ലെ. സോൾവെന്റില് ഡിസോൾവ് ആവുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഷുഗർ, പഞ്ചസാര ഇവിടെ തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഫിൽ ചെയ്താൽ മതി. അപ്പൊ സെക്കൻഡ് വണ്ണില് ലായനിയുടെ പേരാണ് ചോദിച്ചേക്കുന്നത്, ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാവുന്നത്. അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത സ്ഥിതിക്ക് നമ്മുടെ ലായകം എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് എഴുതാം അല്ലെ. നമുക്ക് അടുത്തതായിട്ട് ലായകം എന്ന് പറയുന്നത് എന്തായിരിക്കും, സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ് അല്ലെ. എന്തിലാണോ നമ്മുടെ ലീനം ലയിക്കുന്നത് അതാണ് എന്ത്, ലായകം എന്ന് പറയുന്നത്. അപ്പൊ ലീനത്തെ ലയിപ്പിക്കുന്നത്, ലീനത്തെ
ഉറപ്പിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലായകത്തെ പറയാൻ വേണ്ടി പറ്റും. സബ്സ്റ്റൻസ്, യെസ്, സബ്സ്റ്റൻസ് in which the solute get dissolved, അല്ലെ, get dissolved. ഓക്കെ, അപ്പൊ അത് നമുക്ക് ആ രീതിയിൽ എഴുതാം. അപ്പൊ പറഞ്ഞ സോൾവെന്റ് ഏതായിരിക്കും ഇവിടുത്തെ? നമ്മുടെ വാട്ടർ ആണ്. എന്താ ഇത്ര ഡൗട്ട് അല്ലേ? വാട്ടർ അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ജലമാണ്. അപ്പൊ പഞ്ചസാര ജലത്തിൽ ലയിച്ചാൽ കിട്ടുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി എന്താണ്? പഞ്ചസാര ലായനിയാണ്. സോ ഇവിടെ നമുക്ക് എഴുതാം പഞ്ചസാര ലായനി, അല്ലെ, പഞ്ചസാര ലായനി അഥവാ എന്താണ്? ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, ഷുഗർ മാത്രമല്ലേ, ഷുഗർ സൊല്യൂഷൻ, അല്ലെ, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓർക്കണം. അപ്പൊ സൊല്യൂട്ട് എന്ന് പറയുന്നതും സോൾവെന്റ് എന്ന് പറയുന്നതും സൊല്യൂഷൻ എന്ന് പറയുന്നതൊക്കെ വളരെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ 5ാം ക്ലാസ്സിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് പൃഥ്വി ബാച്ച്. അപ്പൊ അവിടെ ഇതാ നമ്മൾ അവസാനവട്ട തയ്യാറെടുപ്പിന് തുടങ്ങുവാണ്. നമ്മുടെ എൻ ഗെയിം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, XCG15 എന്ന് പറയുന്ന കൂപ്പൺ കോഡോട് കൂടിയിട്ട്, അല്ലെ. പക്ഷെ അതിന്റെ ഓഫർ എന്ത് ചെയ്യാൻ പോവാണ്? പെട്ടെന്ന് തന്നെ അവസാനിക്കാൻ പോവാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പണ്ടത്തെ പോലെയൊന്നും അല്ല. അത് മാത്രമല്ല, സിലബസ് നേരത്തെ കംപ്ലീറ്റ് ആക്കിയാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ എല്ലാ സബ്ജക്റ്റിന്റെ കേസിലും. അപ്പൊ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക? പൃഥ്വി ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത എല്ലാവരും നമ്മുടെ എൻ ഗെയിമിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പാരന്റ്സിനോട് പറയാ, എന്നിട്ട് വേഗം തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആനുവൽ എക്സാം വരെയാണ്, അല്ലെ, ആനുവൽ എക്സാം വരെ നമുക്ക് തകർത്ത് പഠിക്കണം. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പൊ മിസ് പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വീണ്ടും കാണുന്നവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.